അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ജോബിൽ കയറുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് അങ്ങോട്ടുള്ള ഒരു കരിയർ സാധ്യതകൾ, അതായത് ഒരു പ്രൊമോഷൻ രീതിയിലൊക്കെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാവുക? അതായത് ഇത് വളരെ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു പ്രോഗ്രാമാണ്. അതായത് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് കയറുന്ന ഒരാൾക്ക് ഒരു എയർപോർട്ട് മാനേജർ അല്ലെങ്കിൽ എയർപോർട്ട് ഡയറക്ടർ വരെയുള്ള പൊസിഷൻ വരെ എത്താനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഓരോ എയർപോർട്ടിലുള്ള ഈ ഡയറക്ടറൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ ഇങ്ങനെ ജോലിയിൽ കയറി പ്രൊമോഷനിൽ കൂടിയാണ് അവിടെ എത്തുന്നത്. അപ്പം അവരുടെ ആ ഗ്രൗണ്ട് സ്റ്റാഫ് എന്നുള്ളതിന് നെക്സ്റ്റ് ലെവൽ പ്രൊമോഷൻ വഴി ഒരു വഴിക്ക് അങ്ങനെ പോകാം. രണ്ടാമതായിട്ട് അവർക്ക് ക്യാബിൻ ക്രൂ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൽ കഴിവുള്ള ആൾക്ക് വിമാനത്തിനുള്ളിലെ ക്യാബിൻ ക്രൂ ആയിട്ട് എയർ ഹോസ്റ്റസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മൂന്നാമതായിട്ട് അവർക്ക് എയർലൈനുകൾ മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻഡിഗോ അല്ലെങ്കിൽ എയർ ഇന്ത്യ ഇങ്ങനെയുള്ള സ്പൈസ് ജെറ്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നാളെ വേണമെങ്കിൽ പിന്നെ ഖത്തർ എയർവേസ്, അതുപോലെ തന്നെ എമിറേറ്റ്സ്, ബ്രിട്ടീഷ് എയർവേസ്, ഇത്തിഹാദ്, സിംഗപ്പൂർ എയർലൈൻസ് ഇതിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള, അതായത് നമ്മളെക്കാളും വലിയ എയർലൈൻ കമ്പനികളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റൊന്ന് അവർക്ക് എയർപോർട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ പല ആളുകളുടെ ഒരു ഡ്രീം എയർപോർട്ട് ഡെസ്റ്റിനേഷനാണ് ദുബായ് ഒക്കെ പറയുന്നത്. ദുബായ് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പലർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ജോലിയിൽ ഒരു ഇന്ത്യയിലെ എയർപോർട്ടിൽ ജോലിക്ക് കയറി 1 വർഷമോ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പം അവർക്ക് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ദുബായ് എയർപോർട്ടിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഖത്തറിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, സിംഗപ്പൂരിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, യൂറോപ്യൻ കൺട്രി പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം അവരുടെ ലൈഫിലേക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കേവലം ഒരു എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ജോലിയല്ല, അതിലുപരി അവരുടെ ലൈഫിനെ സോളിഡ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അവരുടെ ലൈഫിനെ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കാനും വരുന്ന പ്രോഗ്രാമാണിത്.